ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കടന്നു വന്നു വലിയ പാണ്ഡിത്യം ചമഞ്ഞുകൊണ്ട് വിഷയം അവതരിപ്പിച്ച് രംഗത്ത് വന്ന സക്കരിയ മൗലവി, അദ്ദേഹം ഈ ഇരുവേറ്റിയിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രസംഗിച്ചത് അഅ്മശിന്റെ പേരിൽ പറയുന്ന ഒരു കഥ. എന്തായിരുന്നു അത്? പണ്ഡിതൻ പറയാണ്, പകൽ സമയത്ത് ഒരു ജിന്ന് എൻ്റെ അടുത്ത് വന്ന്, അങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ അരിഭക്ഷണം വേണം, അറുസു വേണമെന്ന്. ചോറ് കൊണ്ടേ കൊടുത്ത് തിന്നുമ്പോ ഉരുളങ്ങനെ പൊതുനാണ്, ഉരുള കാണാൻ ആളെ കാണൂല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ പല കക്ഷികളുണ്ട്, ചേണ്ട് റാഫിലിയുടെ അവസ്ഥ എന്താ നിങ്ങളെ കൂട്ടത്തിൽ ചോദിച്ചു. അവരാണ് ഏറ്റവും ഷെറ്. റാഫിലിൽ എന്ന ഷിയാക്കളെ കൂട്ടത്തിലെ റാഫില. ഇത് അഅ്മശ് പറഞ്ഞതായിട്ട് ഇബ്നു കതീർ ഉദ്ധരിക്കുന്നു. അന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക എന്നുള്ള ആയത്തിൽ ഇതിന്റെ സനദ് ഞാൻ ഹാഫിദ് മിസ്രിയുടെ അടുത്ത് കാണിച്ചപ്പോൾ ഇത് സ്വഹീഹാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഇബ്നു കതീർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ എന്താ ഈ പറഞ്ഞത്? അഅ്മശ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതന്റെ അടുക്കൽ ജിന്ന് വന്നു. ജിന്ന് വന്നാൽ എന്താ ചോദിക്കേണ്ടത്? കഴിക്കാൻ വല്ലതും വേണോ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടേതാ? അതുപോലെ അഅ്മശ് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ട ജിന്നെ? അയാൾ പറഞ്ഞു, എനിക്ക് അർസ് വേണം, അരിഭക്ഷണം വേണം, ബിരിയാണി വേണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അഅ്മശ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ ഭക്ഷണം എടുത്ത് വെച്ചു കൊടുത്തു, അരിഭക്ഷണം വെച്ചു കൊടുത്തു. അപ്പൊ ഉരുള അങ്ങനെ പോകുന്നുണ്ട്, ആളെ കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഗ്ലാസ് ഇങ്ങനെ പൊങ്ങിയിട്ട് വെള്ളം ഇങ്ങനെ കുളുകുള പോകുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ രംഗം നമ്മുടെ മനസ്സിലൊന്ന് ഇമേജ് ചെയ്തു നോക്കിയാൽ, അത് നമ്മുടെ മനസ്സിൽ ഒന്ന് രൂപപ്പെടുത്തി നോക്കിയാൽ, സഹോദരങ്ങളെ, എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഉരുള പോകുന്നുണ്ട്, ആളെ കാണുന്നില്ല, ജിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ കഥ ഉദ്ധരിച്ച അന്ന് മുതൽ നമ്മൾ കേരളത്തിൽ ചോദിച്ചു, അല്ല നിങ്ങൾ ഇതിന്റെ ആധികാരികത പരിശോധിച്ചിട്ടാണല്ലോ ഉദ്ധരിച്ചത്? അതെ, അത് ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇതിന്റെ സനദ് ഹാഫിദ് മിസ്രിയെ കാണിച്ചപ്പോൾ അത് സ്വഹീഹാണ് എന്ന് പറഞ്ഞു. ഇത് ഇബ്നു കതീർ ഉദ്ധരിക്കുന്നു. വഅന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക വകുന്നാ തറായിക കിദദ എന്ന ആയത്തിന്റെ തഫ്സീറിലാണ് ഇത് പറഞ്ഞത് എന്നൊക്കെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിച്ചു, എങ്കിൽ എന്തിനാ ജിന്ന് അവിടെ വന്നു? ഇവർക്ക് ഈ വാദമൊന്നുമില്ല, അതാണ്. പക്ഷെ ജിന്ന് എന്തിനവിടെ വന്നു എന്ന് ചോദിച്ചിട്ട് നാളിന്ന് വരെ ഒരു ജിന്നുവാദി എന്തേ മറുപടി പറയാത്തത്? എന്തേ പറയാത്തത്? അല്ല, ഇത് ജിന്ന് പ്രസംഗിച്ചതാ, ഞാൻ പ്രസംഗിച്ചതല്ല എന്നാണോ? എങ്കിൽ അത് പറഞ്ഞോ, ഞാൻ പ്രസംഗിച്ചതല്ല, അത് ജിന്ന് പ്രസംഗിച്ചതായിരിക്കും. ഇത് ഈ ഇരുവേറ്റിയിലടക്കം കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് സ്റ്റേജുകളിൽ പ്രസംഗിച്ചപ്പോ നമ്മൾ മാന്യമായി ചോദിച്ചു, അല്ല എന്തിന് ജിന്ന് അവിടെ വന്നു? അഅ്മശിന്റെ അടുക്കൽ എന്തിന് ജിന്ന് വന്നു? ഇവര് മിണ്ടുന്നില്ല. നമ്മൾ തിരിച്ചു ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, ജിന്ന് വെറുതെ വന്നതല്ല, ജിന്ന് വെറുതെ വന്നതല്ല. അഅ്മശിന്റെ അടുക്കൽ വന്നു എന്ന് പറയപ്പെടുന്ന ജിന്ന് ഒരു പെണ്ണിനെ കണ്ട് പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വന്ന ജിന്നാണ്. ഇവരിതുവരെ നിഷേധിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ പുയ്യാപ്പിളയായി വന്ന ജിന്നിനാണ് ഈ ബിരിയാണി കൊടുത്തത് എന്നതാണ് കഥ. ഇവർ നിഷേധിച്ചിട്ടില്ല. അപ്പോ ഈ കഥ ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ എന്തിനെടുത്തുദ്ധരിച്ച് അത് ആധികാരികമായി അവതരിപ്പിച്ചു? അപ്പോ ഇനി ഇപ്പോ ഇവിടെ എവിടെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ ജിന്ന് വരുന്നുണ്ടോ? വരുമോ? അങ്ങനെ വന്നാൽ അവർക്ക് ജിന്ന് പുയ്യാപ്പിളക്ക് ബിരിയാണി കൊടുക്കണോ? കൊടുത്താൽ ഇങ്ങനെ ഉരുള ഇങ്ങനെ പോണുണ്ട്, ആളെ കാണുന്നില്ല. അങ്ങനെ പുയ്യാപ്പിള വലിയൊരു പുയ്യാപ്പിള ആയിരിക്കും. അങ്ങനെ പുയ്യാപ്പിളെ കിട്ടിയാലേ മൂപ്പരെ സൽക്കരിച്ചാൽ ഉരുള പോകും, പക്ഷെ ആളെ കാണൂല. ഈ കഥ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രസംഗിച്ചത് സഖാഫിയല്ല, ഇത് പ്രസംഗിച്ചത് ദാരിമിയല്ല, ഇത് പ്രസംഗിച്ചത് കേരളത്തിന്റെ മണ്ണിൽ സ്വലാഹിയായി പറയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പല മൂല്യന്മാരും അതുപോലെ തന്നെ പല മൗലവിമാരും പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. എന്തേ മിണ്ടാത്തത്? മുടിക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്ന സംസാരം എന്താ ഇതിനെതിരെ സംസാരിക്കാത്തത്?
വ്യാജമായി കൊണ്ടുവരുന്ന കള്ളവാർത്തകളെ ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിന്റെ മണ്ണിൽ അവതരിപ്പിക്കുന്ന ഈ വ്യാജ പൗരോഹിത്യത്തിനെതിരെ എന്ത് സംസാരിക്കാത്തത്?